ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ജീവിതം വീടിനുള്ളിൽ തളച്ചിടപ്പെട്ടവർക്കും സാന്ത്വനമേകി വളാഞ്ചേരിയിലെ ഇൻഫിനിറ്റി കൂട്ടായ്മ ഇഫ്താർ കഹാനി എന്ന പേരിൽ സംഘടിപ്പിച്ച വേറിട്ട ഇഫ്താർ സംഗമം സ്നേഹത്തിന്റെയും കരുതലിന്റെയും വേദിയായി മാറി. നൂറുകണക്കിന് ആളുകളാണ് ഈ സ്നേഹവിരുന്നിൽ പങ്കുചേരാൻ വളാഞ്ചേരി നദാസ് ഓഡിറ്റോറിയത്തിൽ എത്തിയത്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോകുന്നവരെ ചേർത്തുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഫിനിറ്റി കൂട്ടായ്മ ഈ ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. ഭിന്നശേഷി കൂട്ടുകാർ, അപകടങ്ങളിൽപ്പെട്ട് പുറം ലോകം കാണാൻ പ്രയാസപ്പെടുന്നവർ എന്നിവർക്കായി സംഘടിപ്പിച്ച സംഗമം പങ്കെടുത്തവർക്കെല്ലാം പുതിയൊരു അനുഭവമായി. പ്രമുഖ കലാകാരൻ സമീർ ബിൻസിയും മുനീർ ഹുദവി വിളയിലും മുഖ്യാതിഥികളായി പങ്കെടുത്ത ഹൃദ്യമായ സംവാദത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് ലാഫ് ദന്തൽ ക്ലിനിക്ക് ഭിന്നശേഷി കുട്ടികൾക്കായി തയ്യാറാക്കിയ സ്പോർട്സ് ജേഴ്സിയുടെ പ്രകാശനവും നടന്നു. വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച ഇൻഫിനിറ്റിയിലെ കൂട്ടുകാർക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിന്റെ ഭാഗമായിരുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആസാദി അജയൻ, വൈസ് പ്രസിഡന്റ് CP ഉമ്മുകുൽസു, വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി, വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ, വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, ഇൻഫിനിറ്റി രക്ഷാധികാരികളായ നസീർ തിരൂർക്കാട്, സാജിദ ടീച്ചർ, IMA പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ അഷ്റഫ് അലി കാളിയത്ത്, സലാം വളാഞ്ചേരി, KM ഗഫൂർ, ഡോക്ടർ റിയാസ, ഡോക്ടർ അഫ്സൽ, സൽമാൻ കോട്ടപ്പുറം, സോലിഹ് വളാഞ്ചേരി, ഷമീമ, സഫ്വാൻ വേളേരി, ഷംസിയ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഭക്ഷണത്തോടൊപ്പം തന്നെ സ്നേഹവും കരുതലും വിളമ്പിയ ഈ ഇഫ്താർ വിരുന്ന് പ്രതിസന്ധികൾക്കിടയിലും പുഞ്ചിരി തൂകുന്ന ഒരു പിടി മനുഷ്യർക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. പങ്കുവെക്കലിന്റെയും ഒരുമയുടെയും സന്ദേശം വിളിച്ചോതിയാണ് ഇഫ്താർ കഹാനി സമാപിച്ചത്. ഇന്നും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ദിവസം സ്നേഹത്തിന്റെ ഒരു ഇഫ്താർ വിരുന്നൊരുക്കാൻ ഇവിടെ ഒരു മനോഹരമായ സ്നേഹസംഗമം നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭിന്നശേഷിക്കാർ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. പഴയകാലത്തൊക്കെ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ്സുകളിലടക്കം ഭാഷയ്ക്കും സംസ്കാരത്തിനും നിരക്കാത്ത ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോടതി കൃത്യമായി നിരീക്ഷണം നടത്തിയതിന്റെ ശേഷമാണ് ഭിന്നശേഷി എന്നൊരു പദം പോലും നമ്മുടെ മാതൃഭാഷയിൽ പിറന്നത്. എപ്പോൾ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അപ്പൊ ആ സമയം നമ്മുടെ ജീവിതം സാർത്ഥകമായി. ഇനി ആരെങ്കിലും നമ്മെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മളുടെ നന്മ കണ്ട് ഇഷ്ടപ്പെടാത്തവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നമ്മുടെ ജന്മം സഫലമായി. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നമുക്കറിയാം, പല കാര്യങ്ങളിലും ഞാനിവിടെ നിങ്ങളോട് എന്ത് പ്രസംഗമാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സംസാരമാണ് നടത്തേണ്ടതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ആളുകളെ നന്നാക്കാൻ, ആളുകൾക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കാൻ, അതിനാണല്ലോ സംസാരം. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുഭൂ പോലെ നിറമേകും MX, വെണ്ണിലാവായി എന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.